ചങ്ങായിമാരെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ ചന്ദ്രബോസ് എന്ന പേരുള്ള ഒരു ഈഴവനായ ചേട്ടനുണ്ടല്ല, ഈഴവരുടെയൊക്കെ അപ്പോസ്തൽ എന്ന് പറഞ്ഞെടുക്കുന്ന നമ്മളെ വള്ളാപ്പള്ളി നടച്ചിട്ടുണ്ടല്ല, നടേശനെ കണ്ടും വഴി ഓടിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ചേട്ടൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറയാം, ഇന്നലെ നമ്മളെ വള്ളാപ്പള്ളി നടേശൻ വന്നിട്ട് ഒരു വൃത്തികേട് പറഞ്ഞിരുന്നു. അതായത് വള്ളാപ്പള്ളി നടേശനെതിരെ ഈഴവര് തന്നെയുണ്ടല്ലോ ഇപ്പം ഭയങ്കരമായ സമരങ്ങൾ നടത്തുന്നുണ്ട്. ആ സമരത്തിനെല്ലാം കാരണക്കാരുണ്ടല്ല, ആ സമരത്തിനെല്ലാം ഫണ്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളാണെന്നാണ് നമ്മളെ വള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞത്. വെള്ളാപ്പള്ളി പറഞ്ഞ ആ വൃത്തികേടാണ് ചന്ദ്രബോസ് എന്ന പേരുള്ള ഈഴവനായ ചേട്ടനുണ്ടല്ല ഈ ചേട്ടൻ മറുപടി കൊടുത്തിട്ടുള്ളത്. എന്താണ് നമുക്ക് ആയം തന്നെ വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞ ആ വൃത്തികേടുണ്ടല്ലോ, ആ വൃത്തികേട് കേൾക്കുക, അതിനുശേഷം ഉണ്ടല്ല അതിന് നല്ല മറുപടിയും കേൾക്കുക. ആ മുസ്ലിം ലീഗിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പണം കൊടുത്ത് ആളെ ഇറക്കി നമുക്കെതിരായിട്ട് പ്രകടനം നടത്തി തെളിവ് ഞാൻ ഫോട്ടോൻ്റെ ഇരിപ്പുണ്ട്, ആളുടെ പേരിൻ്റെ ഉണ്ട്. അയാളെ മുമ്പിൽ ഇരുന്ന് രാജിവെക്കൂ പുറത്തു പോകുന്നു. ഇവൻ്റെ തന്തയാണ് എന്നെ ഇവിടെ ഇരുത്തിയത് രാജിവെച്ച് പുറത്തു പോകാനായിട്ട്. ഇതിനൊക്കെ വലിയ പെരുന്നാളൊന്നുണ്ട് മാപ്പ പള്ളിയിൽ പോയിട്ടില്ല. ഇതൊന്നും എൻ്റെ അടുത്ത് എടുത്ത ചിലവാകല്. എന്റെ വള്ളാപ്പള്ളി നടേശ, നിങ്ങളുടെ പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും പള്ളിയിൽ പോയ ഒരാളാണ് നിങ്ങളുടെ മകന്റെ ജീവിതം ഉണ്ടല്ല ആ ജീവിതം രക്ഷിച്ചത്. ആ ഒരു നന്ദിയും കാണിക്കണം കേട്ടാ. ഈ വള്ളാപ്പള്ളി ഇജാതി ഉളത്തരം പറയുമ്പോൾ അതിന് കൈയടിക്കുന്ന കുറെ മൊണ്ണകളുണ്ടല്ല, ആ സാസിൽ കുറെ മൊണ്ണകളുണ്ട്. ആ മൊണ്ണകൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ആ മൊണ്ണകളെ കൂടിയാണ് ഈ വള്ളാപ്പള്ളി ഉണ്ടല്ല ഇത്രയും കാലമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്ക് ബാക്കി പറയുന്നതിന് മുമ്പിലെ വള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയൊക്കെ ഉണ്ടല്ല, നമ്മൾ ഈ ചന്ദ്രബോസ് ചേട്ടനുണ്ടല്ല അടിപൊളി മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ഒന്ന് കേട്ടിട്ട് വരാം. SNDPക്കെതിരായ സമരത്തിൽ മുസ്ലിം സമുദായവും മുസ്ലിം ലീഗുമൊക്കെ പണം മുടക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ. കേൾക്കുന്നവർക്ക് ചിരി വരും. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ മറ്റുള്ളവരെ പറ്റിച്ച് ദുബൈ ജയിലിൽ കിടന്ന കാര്യം കേരളത്തിലെ ചിന്താശേഷിയുള്ള ജനങ്ങളൊന്നും തന്നെ മറന്നിട്ടില്ല. എന്നാൽ അന്ന് ഈ വെള്ളാപ്പള്ളി നടേശന് മുസ്ലിം വിരോധമൊന്നുമില്ലായിരുന്നു. മകനെ ഇറക്കാൻ കാല് പിടിച്ച് കരഞ്ഞതും കാല് നക്കിയതുമൊക്കെ മുസ്ലിം സമുദായ അംഗമായ യൂസഫ് അലിയോടാണ്. അങ്ങനെ യൂസഫ് അലിയുടെ പണത്തിൻ്റെ മിടുക്കുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ മകൻ ഇപ്പോൾ ഈ നാട്ടിൽ നിഴഞ്ഞു നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മുസ്ലിം സമുദായം എന്നാൽ ഇന്ന് നടേശന് അലർജി കാണും. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നടേശന് കേരളത്തിൻ്റെ ചരിത്രം വായിച്ചു പഠിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അക്ഷരാഭ്യാസം ഉണ്ടാകണമല്ലോ ചരിത്രം വായിച്ചു പഠിക്കാൻ. അതുകൊണ്ട് നടേശനൊരു കാര്യം ചെയ്യൂ, ഇത്രയൊക്കെ കോഴ മേടിച്ച പണം കയ്യിലില്ലേ, മിനിമം ആ പണം ഉപയോഗിച്ചുകൊണ്ട് വായിക്കുവാനും പറഞ്ഞു തരുവാനും ഒക്കെ കഴിവുള്ള ഒരാളെ വെച്ചിട്ട് കേരള ചരിത്രം വായിച്ചു പഠിക്കണം. അങ്ങനെ വായിച്ചു പഠിച്ചാൽ നടേശന് ഒരു കാര്യം മനസ്സിലാവും. കേരളത്തിലെ ഈഴവനും പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളും ഇന്ന് കേരളത്തിലെ സർക്കാർ സർവീസിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് പഠിച്ചു നോക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിഞ്ഞത്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടിയാണ് കേരള കേസരി സി കേശവൻ നിവർത്തന പ്രക്ഷോഭം നയിച്ചത്. ആ നിവർത്തന പ്രക്ഷോഭം നയിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിൽ ഈഴവനും പുലയനും പറയനുമൊക്കെ സർക്കാർ സർവീസിൽ ജോലിക്കാരായി കടന്നുകൂടിയത് എന്ന് ചരിത്രം. ഇനി അടുത്തതെടുത്താൽ നടേശൻ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് SN കോളേജുകളിലും സ്കൂളുകളിലും കോഴപ്പണം പിരിച്ചാണ് എന്ന് എല്ലാവർക്കും അറിയാം. കോളേജിലും സ്കൂളിലും അധ്യാപക അനധ്യാപക നിയമനങ്ങളുണ്ട്. അതിന് മേടിക്കുന്നത് എത്രയെന്ന് അവിടെ ചെന്നിട്ടുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും കൃത്യമായി അറിയാം. ഇപ്പോൾ 70-80 ലക്ഷമാണ് കോഴ മേടിക്കുന്നത്. ഈ കോഴ മേടിക്കുമ്പോൾ നടേശൻ സ്വന്തം മിനിമം നെഞ്ചത്തൊന്ന് കൈവച്ച് നോക്കണം. എന്തിനാണെന്നറിയോ? ഈ കോഴ മേടിക്കാനുള്ള അവസരം ആരുണ്ടാക്കി തന്നു എന്നൊന്ന് പഠിക്കണം. നടേശനോ നടേശൻ്റെ ജന്മം നൽകിയവരോ ഒന്നുമല്ല ഈ അവസരം ഉണ്ടാക്കി തന്നത്. മറിച്ച് നാട്ടിലെ സാധാരണക്കാരായ ഈഴവ സമുദായ അംഗങ്ങൾ പിടിയേരി പിരിച്ചും കെട്ടുതേങ്ങ കളക്ട് ചെയ്തൊക്കെയാണ്. ചേർത്തല ഒരു കോളേജുണ്ട്, അത് ചാരങ്ങാട്ട് കുഞ്ഞിക്കുട്ട മുതലാളിയുടെ ദാനമാണ് അതിൻ്റെ സ്ഥലം, അല്ലാതെ നടേശൻ്റെയോ നടേശൻ്റെ കുടുംബത്തിൻ്റെയോ അല്ല. എന്നാൽ ഇന്ന് കോഴ വാങ്ങി ജീവിക്കുന്നതാരാ? നടേശൻ. അതിനവസരമുണ്ടാക്കിയത് ആരെന്ന് നടേശൻ അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. അതിനവസരമുണ്ടാക്കിയത് കേരളത്തിൻ്റെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കേരള മുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കറാണ്. R. ശങ്കർ മുഖ്യമന്ത്രിയാക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയതാരാണ് നടേശൻ അറിയുമോ? കണ്ണൂർ കൊണ്ടു നിർത്തി ഈ മുസ്ലിം ലീഗുകാരൻ R. ശങ്കറെ ജയിപ്പിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് കൊട്ടാരക്കര മത്സരിച്ചു, കൊല്ലത്ത് മത്സരിച്ചു. ഇവിടെയൊക്കെ R. ശങ്കറെ ഈ നാട്ടിലെ നായർ നേതൃത്വം തോപ്പിച്ച് കുത്തുവാളയടിപ്പിച്ചതാണ്. എന്നാൽ അന്ന് CH മുഹമ്മദ് പോകയും തങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് R. ശങ്കറിനെ
കണ്ണൂർ കൊണ്ട് നിർത്തി വിജയിപ്പിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുന്നത് എന്ന ചരിത്രം നടേശ ഒന്ന് വായിച്ചു പഠിക്കൂ. നാണമില്ലടൂ. അങ്ങനെയുള്ള ശങ്കർ മുസ്ലിം ലീഗുകാരൻ്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച ഈ കോളേജുകളിൽ തനിക്ക് തലവരിപ്പണം പിരിക്കാനും ഭക്ഷണം കഴിക്കാനും എന്ന് ഉളുപ്പുണ്ടെങ്കിൽ ചിന്തിക്കണം. അതുകൊണ്ട് നടേശൻ ഇത്തരത്തിലുള്ള ജ്വൽപ്പനം നടത്തരുത്. ഇനി അടുത്ത നടേശൻ 30 വർഷം ഇരിക്കുന്നല്ലോ. എത്ര കോളേജ് വാങ്ങിയെടുത്തു എയ്ഡഡ് മേഖലയിൽ? എന്നാൽ അതിനുശേഷം വന്ന കോൺഗ്രസിൻ്റെയും LDFിൻ്റെയും ഒക്കെ ഗവൺമെൻറ് ഉണ്ട്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ വന്നപ്പോഴാണ് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തായാലും അതല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്തായാലും SNDPക്കാരന് 4 കോളേജ് കിട്ടിയത്. കെ കരുണാകരൻ്റെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലായിരുന്നു ആര് ബഹുമാന്യനായ ഗോപി വക്കീൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി കസേര ആദ്യം വരുന്നത്. അന്ന് മേടിച്ചെടുത്ത 5 കോളേജിൽ നിന്നും ഇപ്പോഴും തലവരിപ്പണം പിരിക്കുന്നത് താങ്കൾ തന്നെയല്ലേ? അല്ലാതെ വേറെ വല്ലവരും ആണോ? ഉണ്ട ചോറിന് മിനിപ്പം നടേശ ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കണം. അതും മുസ്ലിം സമുദായത്തിലെ മുസ്ലിം മന്ത്രിമാരുടെ ദാനമാണ്. അപ്പോൾ ആർ ശങ്കർ മുഖ്യമന്ത്രിയാകാൻ കാരണക്കാരും മുസ്ലിം ലീഗ്, പുതിയ കോളേജുകൾ അനുവദിച്ചത് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ മെക്കിട്ട് കയറി നടേശൻ നടത്തുന്ന ഈ ചവിട്ട് നാടകം ചിന്തിക്കുന്ന ഈഴവ സമുദായത്തിലെ അംഗങ്ങൾക്കറിയാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നടേശൻ വിലാപം നടത്തുന്നു സമുദായ സ്നേഹം കൊണ്ടാണോ? അല്ല. നടേശന് മുമ്പും SNDPക്ക് ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു. അന്നും ഈ നാട്ടിൽ ആർ ശങ്കറുടെ കാലത്ത് സ്ഥാപിച്ച കോളേജുകളും സ്കൂളുകളും ഉണ്ടായിരുന്നു. അവിടെ അഡ്മിഷനുകൾ നടന്നിരുന്നു. ആ അഡ്മിഷനുകൾക്ക് വേണ്ടി കോഴപ്പണം പക്ഷെ പിരിച്ചിരുന്നില്ല. മറിച്ച് SNDP ശാഖയുടെയും യൂണിയൻ്റെയും കത്തുണ്ടെങ്കിൽ ഈ സമുദായത്തിലെ നിർധനരായ ആളുകൾക്ക് പഠിക്കാൻ സൗജന്യമായ അവസരം ലഭിച്ചിരുന്നു എന്ന് പഴയകാല SNDP ചരിത്രമറിയാവുന്ന എല്ലാവർക്കും അറിയാം. മറിച്ച് നിങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ ഈ നാട്ടിലെ ഈഴവ സമുദായ അംഗങ്ങളുടെ കുട്ടികൾ പഠിക്കാനായി കടന്നു വന്നാൽ നിങ്ങൾ ആദ്യം ചോദിക്കുന്ന കോഴപ്പണത്തിൻ്റെ വലിപ്പമാണ്. അത് കൊടുക്കാതെ വന്നാൽ പോയി പണി നോക്ക് എന്ന് പറഞ്ഞു വിട്ടതിൻ്റെ പരിണിതഫലമാണ് ചെമ്പഴന്തി SN കോളേജിൽ 5 എന്ന വിദ്യാർത്ഥിനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന നടേശ. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ പല്ല് കുത്തി മണപ്പിക്കരുത്. നിങ്ങൾ ഇന്ന് കഴിക്കുന്ന അന്നം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഔദാര്യമാണ് മിസ്റ്റർ നടേശൻ. അതുകൊണ്ട് നാണം കെട്ട നടപടിക്ക് ഇറങ്ങരുത്, ഉത്തരം മുട്ടിപ്പോകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ചന്ദ്രേട്ട, നിങ്ങളെ മറുപടി ഉണ്ടല്ലോ അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ഈ വെള്ളാപ്പള്ളിന് ഇപ്പോഴും പൊക്കി പിടിച്ചു കിടക്കുന്ന കുറച്ച് ഈഴവരുണ്ട്. ആ ഈഴവർക്കുണ്ടല്ല ഈ ചന്ദ്രാട്ടം പറഞ്ഞ ഈ കാര്യം കേട്ടിട്ടുണ്ടല്ല, ബുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒന്നുമല്ലെങ്കിൽ ഈ ചന്ദ്രാട്ടം പറഞ്ഞതുപോലെ ഈ വെള്ളാപ്പള്ളിന്റെ സ്ഥാപനത്തിൽ ജോലി കിട്ടണമെങ്കിൽ ഈഴവർക്കുണ്ടല്ല, ഈഴവർക്ക് തന്നെ ഉണ്ടല്ല ലക്ഷങ്ങൾ കൈക്കൂലി കൊടുക്കണം. അങ്ങനെ ഈഴവർക്ക് പോലും ഒരു ഉപകാരം ചെയ്ത ഒരു മണഗുണാഞ്ചനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ഈ ചങ്ങായിന്റെ അഴിമതി പുറത്തുകൊണ്ടുവരാൻ നോക്കിയ ഒരു ചങ്ങായിണ്ടല്ല, ആ ചങ്ങായിക്ക് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒരു പക്ക ക്രിമിനലാണ് ഈ വെള്ളാപ്പള്ളി. അതിന് പറ്റിയ ഒരു ക്രിമിനൽ ടീം ഉണ്ടല്ല ഇയാളെ കൂടെ തന്നെ ഉണ്ട്. വേറൊരു കാര്യം, ഇത്രയും വൃത്തികെട്ട ഈ സാധനത്തിനാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഉണ്ടല്ല പത്മഭൂഷൺ ബഹുമതി കൊടുത്തിട്ടുള്ളത്. ആ ബഹുമതി ഉണ്ടല്ല ഈ വെള്ളാപ്പള്ളിക്ക് ഒരിക്കലും അറിയിക്കാത്തതാണ്. ഇനി ആരെങ്കിലും എന്നോട് വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്നും വെള്ളാപ്പള്ളി നടേശനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറയും. വിശകലിയില്ലേ, വിശകലനെ പോലെ തന്നെ വായ തുറന്നാൽ പച്ച വർഗീയത പറഞ്ഞ വേറൊരു വിഷയമാണ് വെള്ളാപ്പള്ളി. അത്രയേ ഉള്ളൂ. അതാണ് എന്റെ അഭിപ്രായം. അപ്പോഴെന്തായാലും തൽക്കാലം നിർത്തുന്നു. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ പൊരിച്ചുവിട്ട ചന്ദ്രബോസ് ഏട്ടനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ.